ഇറാൻ എന്ന വമ്പൻ രാജ്യത്തിന്റെ കഴുത്തിൽ പിടിക്കണമെങ്കിൽ ശത്രുക്കൾ എവിടെ പിടിക്കണം? കൃത്യമായ ഉത്തരം ഒരൊറ്റ സ്ഥലമാണ്, കാർഗ് ദ്വീപ്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പഞ്ചായത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു കൊച്ചു പവിഴപ്പറ്റു ദ്വീപാണിത്. എന്നാൽ ശത്രുക്കൾ ഈ ദ്വീപിനെ ലക്ഷ്യം വെക്കാൻ ഒരു കാരണമുണ്ട്. ഈ ദ്വീപ് തകർന്നാൽ പിന്നെ ഇറാൻ എന്നൊരു രാജ്യം സാമ്പത്തികമായി നിലനിൽക്കില്ല. പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ലാത്ത എലൈറ്റ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാവും പകലും കാവൽ നിൽക്കുന്ന ഇറാന്റെ യഥാർത്ഥ സ്വർണ്ണക്കനി ഇതാണ്. വെറും 22 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ദ്വീപിന്റെ വിസ്തൃതി. എന്നാൽ ഇറാന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയും സ്വന്തം ചുമലിലേറ്റുന്നത് കടലിൽ പൊന്തിക്കിടക്കുന്ന ഈ ചെറിയ പാറക്കഷ്ണമാണ്. കാരണം ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഇവിടെയാണ്. പ്രതിവർഷം ഏകദേശം 950 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഈ കൊച്ചു ദ്വീപിലൂടെ കടന്നു പോകുന്നത്. ചൈന ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കൂറ്റൻ സൂപ്പർ ടാങ്കറുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാൻ ആവശ്യമായ ആഴക്കടൽ ഈ ദ്വീപിന് ചുറ്റുമുണ്ട്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ ഇറാനിലേക്ക് പണമൊഴുക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ ഈ ദ്വീപിലാണ് അവസാനിക്കുന്നത്. പ്രശസ്ത ഇറാനിയൻ എഴുത്തുകാരനായ ജലാൽ അലി അഹമ്മദ് ഖാർഗ് ദ്വീപിനെ പേർഷ്യൻ ഗൾഫിലെ അനാഥയായ മുത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതൊരു എണ്ണപ്പാടമാണെന്ന് അറിയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഈ ദ്വീപിന് വേണ്ടി സാമ്രാജ്യങ്ങൾ തമ്മിൽ തല്ലുകൂടിയിരുന്നു എന്നത് ചരിത്രത്തിലെ രസകരമായ ഒരു വിരോധാഭാസമാണ്. ഹൈഡ്രോ കാർബൺ എന്താണെന്ന് ലോകം അറിയുന്നതിന് മുൻപ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും അനാഥയായ ഈ മുത്തിന് വേണ്ടി പോരടിച്ചു. ഡച്ചുകാർ ഇവിടെ വലിയൊരു കോട്ട വരെ പണിതിരുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ഇറാനിലെ ഷാ ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നാടുകടത്താനുള്ള ഒരു ജയിലായും ഈ ദ്വീപിനെ മാറ്റി. 1958 ശേഷമാണ് ഈ ദ്വീപിന്റെ തലവര മാറുന്നതും ഇന്ന് കാണുന്ന കോടികളുടെ സ്വർണ്ണഖനിയായി ഖാർഗ് മാറുന്നതും. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക രംഗം വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുന്നത് ഈ ദ്വീപിന്റെ കരുത്തിലാണ്. 1980-കളിലെ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖ് സൈന്യം നിരന്തരം ബോംബിട്ടിട്ടും ഈ ദ്വീപ് അതിജീവിച്ചു. ഇവിടേക്ക് അസംസ്കൃത എണ്ണ കൊണ്ടുവരുന്ന പ്രധാന പൈപ്പ് ലൈനുകൾ കടലിനടിയിലൂടെയുള്ള സങ്കീർണമായ ശൃംഖലകളാണ്. കടലിനടിയിലൂടെയുള്ള ഈ പ്രത്യേകത പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് ദ്വീപിനെ എപ്പോഴും രക്ഷിക്കുന്നു. ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ എണ്ണ സംഭരണ ശേഷി വികസിപ്പിക്കാൻ ഇറാൻ അടുത്തിടെയും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കടുത്ത സൈനിക നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി നശിക്കാതെ നിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഒപ്പം സൊറസ്ട്രിയൻ, ക്രിസ്ത്യൻ, ഇസ്ലാമിക ശവകുടീരങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വർഷത്തെ മനുഷ്യ ചരിത്രവും ഈ ദ്വീപിൽ ഉറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഇറാഖുമായി നടന്ന യുദ്ധത്തിൽ ഓരോ തവണ ബോംബ് ഇവിടെ വീഴുമ്പോഴും ഇറാനിയൻ എഞ്ചിനീയർമാരും തൊഴിലാളികളും ജീവൻ പണയം വെച്ച് കേടുപാടുകൾ ഉടനടി പരിഹരിച്ചു. അറ്റകുറ്റപ്പണികൾ നടത്തി എണ്ണയൊഴുക്ക് നിലയ്ക്കാതിരിക്കാൻ ഇറാനിയൻ അധികാരികൾ നടത്തിയ കഠിനാധ്വാനമാണ് ഈ ദ്വീപിനെ തിരികെ കൊണ്ടുവന്നത്. ഈ ദ്വീപ് തകർന്നാൽ യുദ്ധം ചെയ്യാൻ പോയിട്ട് രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പോലുമുള്ള പണം ലഭിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ ദ്വീപ് സംരക്ഷിക്കുക എന്നത് ഇറാന്റെ ജീവൻ മരണ പോരാട്ടമാണ്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതികളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ പുകയുമ്പോൾ ലോകരാജ്യങ്ങളുടെയും ശത്രുക്കളുടെയും കണ്ണുകൾ ഈ ദ്വീപിലേക്കാണ് നീളുന്നത്. ഇറാനെ സാമ്പത്തികമായി ഇല്ലാതാക്കാനുള്ള ആ കിൽ സ്വിച്ച് ഈ ദ്വീപാണ്. ഉപരോധങ്ങളും ഭീഷണികളെയും മറികടന്ന് ഇറാന്റെ എണ്ണ സാമ്രാജ്യത്തിന്റെ ഹൃദയമെടുപ്പായി ഖാർഗ് ദ്വീപ് ഇന്നും നിലകൊള്ളുന്നുണ്ടെങ്കിലും നാളെ അമേരിക്കയുടെ ഇസ്രയേലിന്റെ കണ്ണ് അവിടെ എത്തിയാൽ അവരുടെ അവസാന ലക്ഷ്യം ഈ കൊച്ചു ദ്വീപ് തന്നെയായിരിക്കും, ഇറാനെ തകർക്കാൻ എന്നുള്ളതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് മലയാളം.